السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉറപ്പ് സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ ദീന് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഈ കൂടിയിരിക്കുന്നതിന്റെ നിയ്യത്ത് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പുതുക്കുക. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലം വഹിക്കുന്ന ഒരു സാക്ഷ്യമായിക്കൊണ്ട് ഈ ഒരു ഇരുത്തം സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന വിഷയത്തിൽ നിങ്ങളോട് സംവദിക്കുമ്പോൾ അതിനെ രണ്ട് ഭാഗമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് എൻ്റെ ജാഹിലിയ കാലഘട്ടമാണ്. അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ നശ്വരമായ ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ചോ അനശ്വരമായ പരലോക ജീവിതത്തെ കുറിച്ചോ അറിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവൻ ഒരിക്കലും പുറത്തു തരാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളുടെ ചിത്രങ്ങളെയും രൂപങ്ങളെയും ആരാധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളെ കുറിച്ച് അറിയാതെ തിന്മയിലൂടെ മാത്രമുള്ള ഒരു ജീവിതം. രണ്ടാമത്തെ ഘട്ടം റബ്ബിന്റെ മഹത്തായ ഫضل കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും പഠിക്കാൻ കിട്ടിയ ഒരു അവസരം. അത് ദുനിയാവിലെ കാരാഗൃഹമായിരുന്നു, വിശിഷ്യ ജയിലായിരുന്നു. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഓരോ രാജ്യത്തും ആ രാജ്യങ്ങളുടേതായ നിയമങ്ങളുണ്ട്. ആ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരെല്ലാം ആ നിയമത്തെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കണം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനം നമ്മളിൽ സംഭവിച്ചു പോയാൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി നമ്മളെ വിചാരണ ചെയ്ത് കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ജയിലിലടയ്ക്കും. ഈ ജയിലിലടയ്ക്കുന്നതിന് മുമ്പ് വിചാരണയെ കുറിച്ച് വിചാരണ ചെയ്യുന്ന ജഡ്ജി ആയാലും മജിസ്ട്രേറ്റ് ആയാലും കുറ്റവാളിയാണ് പ്രതിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ ഈ കേസിന്റെ വിചാരണ നടപടികളെ കുറിച്ചൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളൊരു പക്ഷേ അറിയാതെ ചെയ്തു പോയ തെറ്റാവും, അതല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചതാവും. അദ്ദേഹം ഒരു പക്ഷെ തൊഴുകയോടുകൂടി പറയും, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നിയമങ്ങളെ കുറിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ല, അറിയാതെ സംഭവിച്ചു പോയി, ഇതിന് എത്രത്തോളം വലിയ ശിക്ഷ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു, എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന എൻ്റെ മാതാവുണ്ട് അല്ലെങ്കിൽ കുടുംബമുണ്ട്, എനിക്കൊരു തവണത്തേക്ക് ഒരു അവസരം തരണം, ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒരു തെറ്റ് ചെയ്യില്ല. പക്ഷെ അറിയില്ല എന്ന കാരണത്താൽ ഒരു കോടതിയിൽ നിന്നും നമുക്ക് എന്തില്ല, നമ്മളെ വെറുതെ വിടില്ല. കോടതി പറയും, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇവിടെ ജീവിക്കുന്ന ഓരോ പൗരനും ഇവിടുത്തെ നിയമത്തെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതനുസരിച്ച് ജീവിക്കണം. അറിയില്ല എന്ന കാരണത്താൽ നിങ്ങൾ വെറുതെ വിടാൻ കോടതിക്ക് നിർവാഹമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാം. താഴത്തെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിന്റെ തൊട്ട മുകളിലത്തെ കോടതിയിൽ പോയി അപ്പീൽ ജാമ്യം എടുക്കാം. ബഹുമാനികളായ സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് ജാമ്യക്കാരും സമ്പത്തും അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ കേസിൽ നിന്നെല്ലാം ഊരി പോരാൻ കഴിയും.
എന്നാൽ നാളെ നമുക്കെല്ലാം റബ്ബിന്റെ കോടതിയിൽ ഒരു വിചാരണ വരാനോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമ്മൾ വിചാരണ ചെയ്യുന്നത്? വിശുദ്ധമായ ഖുർആനിന്റെയും അതോടൊപ്പം തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത്. നാളെ റബ്ബിന്റെ കോടതിയിലും ഒരിക്കലും അള്ളാഹുവെ, ഞാനിതാ 10-60 കൊല്ലം അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിരുന്നു, ഒരുപാട് പ്രസംഗങ്ങളും അയളങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ അതല്ലെങ്കിൽ മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്നില്ല, എനിക്ക് അറിഞ്ഞിരുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കും റബ്ബിന്റെ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു കോടതിയിലേക്ക് പോകാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. കാരണം അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, വിധികർത്താവിൽ ഏറ്റവും വലിയ വിധികർത്താവ് ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും മനുഷ്യർക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും അവൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ ആദ്യമായി മനുഷ്യരോട് കൽപ്പിച്ചത് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങൾ വായിക്കണം നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ എന്നുള്ളതാണ്. ഞാനും സെൻട്രൽ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹു അല്ലാത്ത ഞാൻ ആരാധിച്ചിരുന്ന ഈ ആരാധ്യന്മാർ അവരൊരിക്കലും ഇലാഹുകളല്ല. എന്റെ പ്രാർത്ഥന കേൾക്കുന്നവരോ എന്റെ സങ്കടങ്ങൾ കാണുന്നവരോ എന്നെ ബാധിച്ച ഈ മുസീബത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരോ അല്ല എന്ന് മനസ്സിലാക്കി ആരാണ് ദൈവമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. അതോടൊപ്പം തന്നെ മഹാനായ ഈസ അലൈഹിസ്സലാമിന്റെ അനുയായികളായി ജയിലിലേക്ക് വരുന്ന പാസ്റ്റർമാരിൽ നിന്നും ബൈബിളിൽ നിന്നും ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിച്ചു. പക്ഷെ അവിടെ എവിടെയും റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി, ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ബൈബിളൊക്കെ വായിക്കുമ്പോൾ മഹാനായ ഈസ അലൈഹിസ്സലാം ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നീ അറിയിച്ച സത്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു, പക്ഷെ അവരെന്നെ ക്രൂശിക്കുന്നു, ഇത് നിനക്ക് നല്ല കാര്യമാണെങ്കിൽ ഞാനിത് സഹിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എന്നെ ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാണ് വേറൊരാളോട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്? അൽഹംദുലില്ലാഹ്, പിന്നീടാണ് ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ എന്റെ മനസ്സിൽ നിന്നുള്ള ഒരു കാര്യമാണ്, എനിക്കതൊന്ന് വായിച്ചു നോക്കണം, പഠിക്കണം എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. റബ്ബിന്റെ തൗഫീഖോട് കൂടി ഖുർആനിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം ശരിക്കും മനുഷ്യരുടെ മനസ്സിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ നിരർത്ഥകത വളരെ കൃത്യമായി പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ദുരിബ മസലുൻ, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം വിവരിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മനുഷ്യരെ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം വിവരിച്ചു തരാം, ഫസ്തമിഉ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവര് പോകുന്ന വഴിയിൽ അവർക്ക് അപകടങ്ങളോ ആപത്തോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി മക്കളെ ചില ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കും. മോളെ, നീ പോകുമ്പോ ഇന്ന രീതിയിൽ പോകണം, ഇന്ന ബസ്സിൽ പോകണം, റോഡിന്റെ അരികു ചേർന്ന് നടക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? മക്കൾക്ക് ഉപദേശം കൊടുക്കുക. അപ്പൊ കുട്ടികൾ പോകാൻ നേരത്ത് അവര് ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കും, ഉമ്മ പറയുന്നതൊന്ന് കേൾക്ക് മോളെ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അത് ചിത്രങ്ങളായിക്കൊള്ളട്ടെ, രൂപങ്ങളായിക്കൊള്ളട്ടെ, ഔലിയാക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ലം യഖ്ലുഖു ദുബാബ. എന്താണ് ദുബാബ് എന്ന് പറഞ്ഞൊരു ഈച്ചയാണ്. ഒരു ഈച്ചയെ പോലും ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നില്ല. ഇത് ഖുർആനിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ആരാധിച്ചിരുന്ന എന്റെ മാതാപിതാക്കളിലൂടെയും പൂർവികരിലൂടെയും ഞാൻ പഠിച്ച അല്ലെങ്കിൽ എന്റെ ആരാധ്യന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവായിരുന്നു. കാരണം അത്ര കാലം നമ്മള് മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നും കിട്ടിയ ഈ വിശ്വാസം ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതിന്റെ ഇടയിൽ റബ്ബിന്റെ ഈ ഒരു ഉപദേശം കേട്ടപ്പോൾ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ പലപ്പോഴും
നമ്മളെ ആരാധനാലയങ്ങളിലൊക്കെ മോഷണം നടക്കുന്ന സമയത്തൊക്കെ നമ്മളെല്ലാ സങ്കടങ്ങളും പറയാൻ പോയിരുന്ന ആ ആരാധ്യന്മാരെ ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മോഷ്ടാക്കൾ എടുത്തു കൊണ്ടുപോയാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണം? അടുത്ത പോലീസ് സ്റ്റേഷനിലോ മറ്റോ പോയി പരാതി കൊടുക്കണം. ഞങ്ങൾ ആരാധ്യനെ കാണാനില്ല, കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. മനുഷ്യരെല്ലാ അവലാതിയും പറയാൻ പോകുന്ന ആളുകൾക്ക് സ്വന്തത്തിനെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എന്നോട് പറഞ്ഞു അല്ല എന്നോട് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു ഫസ്തമിഉ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലം യഖ്ലുഖൂന ദുബാബ വലൗ ഇജ്തമഉ ലഹു. അതിനുവേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും, അതൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും, ഒരു ആരാധ്യനല്ല, എത്രയോ ആരാധ്യന്മാരുണ്ട് മനുഷ്യർ ആരാധ്യന്മാരാക്കി വെച്ചിട്ടുള്ളത്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ എന്തില്ല, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി അവരിൽ നിന്നും ഒരു ഈച്ച എന്തെങ്കിലും കട്ടുകൊണ്ടുപോവുകയാണെങ്കിൽ, തട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ, നമുക്കറിയാം ഈച്ച എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിയാണ്. വലിയ ഭാരമുള്ള ഒരു വസ്തുവും അതിനെടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഒരു ഈച്ച ഈ ആരാധ്യന്മാരിൽ നിന്നും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ അവരിൽ നിന്നും അത് തിരിച്ചു പിടിക്കാനും ഈ ആരാധ്യന്മാർക്ക് കഴിയുകയില്ല. അവരോട് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കപ്പെടുന്നവരും ബലഹീനർ തന്നെയാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ ആ അധ്യാപനങ്ങൾ പകർന്നു കിട്ടിയപ്പോൾ വീണ്ടും വീണ്ടും ഖുർആൻ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ജയിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ ജയിൽ ജീവിതം. കാരണം ആ ജയിലിൽ പോയില്ലായിരുന്നെങ്കിൽ ഇന്നും ഏതെങ്കിലുമൊക്കെ കുറ്റവാളിയായി തിന്മയിലൂടെ ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അള്ളാഹു അൽഹംദുലില്ലാഹ് അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് പഠിക്കാൻ മാത്രമായി, വേറൊരു ജോലിയില്ല, പഠനം മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ മുൻഗാമികളെയും. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. ആയത്തിലൂടെ വീണ്ടും ചിന്തിക്കുന്നത് തുടങ്ങി. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? യാ അയ്യുഹന്നാസ്, മുസ്ലിമേ എന്നല്ല വിളിക്കുന്നത്, മനുഷ്യരെ, അഅ്ബുദു, നിങ്ങൾ ആരാധിക്കണം, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മാത്രമല്ല, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ മാത്രമല്ല നിങ്ങളെ മുൻഗാമികളെ, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. അത്ര കാലം നമ്മൾ മുസ്ലിമീങ്ങളെ ദൈവമാണ് അള്ളാഹു എന്നുള്ളതാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് മനുഷ്യരോടാണ്. ഖുർആനിന്റെ അധ്യാപനങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ ആ വിളിക്കുന്ന ഓരോ അധ്യായങ്ങളും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികളായ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതിലൂടെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അതിനൊരു വില കൽപ്പിക്കുന്നില്ല. കാരണം നമുക്ക് അത് എന്താ ആഴത്തിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തതാണ്. ഇനി ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുസ്ലിമീങ്ങളുടെ പ്രവാചകനാണ് എന്നുള്ളതാണ്. പക്ഷേ ഖുർആനിലൂടെ ഇങ്ങനെ പോയാൽ സൂറത്ത് ആറാഫിൽ 158 ആയത്തിൽ പറഞ്ഞു, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ അല്ലാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് ആഗമനം അയക്കപ്പെട്ട പ്രവാചകനാണ്. അവിടെ അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലെ ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ അല്ലാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് ആഗമനം അയക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലാണ്. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവൻ ആകാശഭൂമിയുടെ ആധിപത്യം വഹിക്കുന്ന റബ്ബാണ്. സുബ്ഹാനല്ലാഹ്, അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ അല്ലാതൊരു ഇലാഹില്ല. യുഹ്യി വ യുമീത്, അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. ഫആമിനു ബില്ലാഹി വ റസൂലി, അതുകൊണ്ട് നിങ്ങളെ റബ്ബിലും അതോടൊപ്പം തന്നെ റസൂലിലും വിശ്വസിക്കണം. നബിയിൽ ഉമ്മിയിൽ ലദീ യുഅ്മിനു ബികലിമാതിഹി, അദ്ദേഹം നബിയാണ്, ഉമ്മിയാണ്, അല്ലാഹുവിന്റെ വചനങ്ങളിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആളാണ്. വത്തബിഊഹു ലഅലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി, നിങ്ങൾ മാർഗത്തിലാകാൻ വേണ്ടി.
നമ്മൾ അത്ര കാലം ധരിച്ചു വെച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ പ്രവാചകനാണ് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ധാരണ മാറിയതോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ കാര്യമാണ്. റസൂലിനെ പരിചയപ്പെടുത്തി തരൽ മാത്രമല്ല, അതിലൂടെയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല, യുഹീ വയുമീത്, അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. ഞാൻ എന്റെ ആരാധ്യന്മാരെ കുറിച്ച് ചിന്തിച്ചു. ഈ ഭൂമിയിൽ ഇന്നേ വരെ എന്തെങ്കിലും സൃഷ്ടിച്ചതായി നമുക്കറിയില്ല. മനുഷ്യന്മാർ സൃഷ്ടിച്ചു വെച്ചതിനെ അല്ല ആരാധിക്കേണ്ടത്, മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചവരെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള സത്യം ഇസ്ലാമിലേക്ക് കൂടുതൽ കൂടുതൽ മനസ്സാകർഷിക്കാൻ വേണ്ടി തുടങ്ങി. ഖുർആൻ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമാണെന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, ഷഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണത്? ഹുദൽ ലിന്നാസ്, മനുഷ്യനെ ഹുദയിലേക്ക്, നാർമാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഖുർആനിൽ നിന്ന് കിട്ടിയ അധ്യാപനങ്ങൾ ഓരോന്നും ഇന്നും നമ്മളെ പോലെ റബ്ബിനെ കുറിച്ച് അറിയാത്ത ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നും എടുത്തു പറയാൻ നമുക്ക് കഴിയാറുണ്ട്. ഓരോ അധ്യാപനങ്ങളും. കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ റബ്ബിനെ നിഷേധിക്കാൻ കഴിയുക? വകുൻതും അംവാതൻ, നിങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നില്ലേ? ഫഅഹ്യാകും, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചില്ലേ? സുമ്മ യുമീതുകും, ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യുഹീകും, പിന്നീട് അവൻ നിങ്ങളെ പുനർജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, അവൻ, നിങ്ങൾ എല്ലാവരും അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. ഇന്ന് അബ്ദുറഹ്മാൻ എന്നൊരു വ്യക്തിയുണ്ട്, ഒരു അഡ്രസ് ഉണ്ട്. ഒരു 10-36 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അള്ളാഹ് ചോദിച്ചത്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെയാണ് റബ്ബിനെ നിഷേധിക്കാൻ കഴിയുക? വകുൻതും അംവാതൻ, നിങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നില്ലേ? 36 കൊല്ലം മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്തൊരു വസ്തു ഭൂമിയിൽ ഉണ്ടാവുകയാണെങ്കിലും അതിനെ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. ആ റബ്ബിനെ കുറിച്ച് അറിയാതെ നമ്മളെ സൃഷ്ടിപ്പിൽ യാതൊരു പങ്കും വഹിക്കാത്തവരെ ആരാധിച്ചിരുന്ന ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി. ജാഹിലിയ കാലഘട്ടത്തിൽ ഇന്ന് ലോകത്ത് കോടാനുകൂടി മനുഷ്യർ ഇസ്ലാമിനെ ഭീകരവാദമായും തീവ്രവാദമായും തെറ്റിദ്ധരിക്കുന്നത് പോലെ തെറ്റിദ്ധരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്, അക്കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് മുസ്ലിമായി അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, ഭീകരവാദമല്ല, മറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ്? തൗഹീദാണ്. ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ സന്ദേശം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. അവിടെയും മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല പറയുന്നത്, മനുഷ്യരെ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അപ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ആദർശമാണ് ഇസ്ലാമിൻ്റെത്. അതിന് ഒരു പരിധിവരെ കാരണം ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യർക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടി, റബ്ബിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പ്രവാചകന്മാരില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകനെ പിൻപറ്റി നടക്കേണ്ട, അല്ലെങ്കിൽ പ്രവാചകനെ പിൻപറ്റി ജീവിക്കേണ്ട ഓരോ മുസ്ലിമിന്റെയും മുഅ്മിനിന്റെയും ഉത്തരവാദിത്തമാണ് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. നമ്മളത് നിർവഹിക്കാത്തോടത്തോളം കാലം ഇസ്ലാമിനെ ആളുകൾ ഈ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. കാരണം പത്രം എടുത്തു നോക്കിയാലും വാർത്താ ചാനലുകൾ തുറന്നു നോക്കിയാലും എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ മുസ്ലിമിന്റെ പേരിലാണെങ്കിൽ അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ്. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഇത്തരത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകൾ ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അന്ന് സ്വഹാബാക്കളിൽ പെട്ട പലരും അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ മുഹമ്മദ് ഇദ പുതിയൊരു ആദർശവുമായി വന്നിട്ടുണ്ട്, ഞങ്ങൾക്കോ ഞങ്ങളെ പിതാക്കന്മാർക്കോ പരിചയമില്ലാത്ത ഒരു ആരാധ്യനെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, അല്ലെ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ തെരഞ്ഞെടുത്ത ധീരനായ യുവാവായിരുന്നു.
അതുപോലെ തന്നെ നമുക്കറിയാം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഓരോ സഹാബാക്കളും അവരുടെയൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനോട് ശത്രുത വെച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നീട് എങ്ങനെയാണ് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, പിന്നീട് മരിക്കുന്നത് വരെയും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകനെ വധിക്കാൻ വേണ്ടി എവിടെ വെച്ച് എങ്ങനെ പ്രവാചകനെ വധിക്കണം എന്നുള്ള ആലോചനയിൽ അദ്ദേഹം മക്കയിലെ ഓരോ പ്രദേശങ്ങളിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിനരികിൽ സൂറത്ത് ഹാക്ക് പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി അദ്ദേഹം ഒളിഞ്ഞും പാത്തും എന്ത് ചെയ്തു, അത് കേൾക്കാൻ വേണ്ടി പോയി. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, മുഹമ്മദ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെവിയിൽ വിരൽ വെക്കണം, ഉറക്കെ ശബ്ദമുണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്തണം. കാരണം അവന്റെ ഫിത്നയിൽ നിങ്ങൾ പെട്ടേക്കാം, നിങ്ങൾ ഒരു പക്ഷേ കുടുംബബന്ധം മുറിക്കുന്ന അവസ്ഥയിലേക്ക് അഥവാ ഇസ്ലാമിലേക്ക് നിങ്ങൾ പോയേക്കാം എന്നുള്ള ഉത്ബോധനങ്ങൾ അവർ കൊടുത്തിരുന്നു. എങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരായണം, അത് ഖുർആനിന്റെ മാസ്മരികത കേട്ടുകൊണ്ട് അദ്ദേഹം കുറച്ചു നേരം അവിടെ നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ഇതൊരു കവിയുടെ വാക്കാണ്. മുഹമ്മദ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കവിയാണ്, കാരണം ഖുർആൻ അത് കവിതയാണെന്നുള്ള നിലയിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് ഒരു റസൂലിന്റെ മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാണ്. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ, ഇതൊരു കവിയുടെ വാക്കല്ല, മറിച്ച് എന്താണ്, നിങ്ങൾ ഖലീലൻ മാ തുഅ്മിനൂൻ, നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് ചിന്തിച്ചു, ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യമാണല്ലോ ഈ പ്രവാചകൻ മുഹമ്മദ് ഇവിടെ പാരായണം ചെയ്യുന്നത്, ഇദ്ദേഹം ഇനി ഒരു മാരണക്കാരനാണോ എന്ന് ചിന്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, വലാ ബിഖൗലി കാഹിൻ, ഇതൊരു മാരണക്കാരന്റെ വാക്കുകളല്ല, ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജനങ്ങളെ നിർമാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ പാരായണം കേട്ടപ്പോൾ എന്റെ ഹൃദയം ഞാൻ അറിയാതെ ഇസ്ലാമിലേക്ക് എന്ത് ചെയ്തു, ഒഴുകിപ്പോയി. ഇനിയും ഞാൻ അവിടെ നിന്നാൽ ഞാൻ മുസ്ലിം ആവുമോ എന്ന പേടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഓടിപ്പോയി എന്നുള്ളതാണ്. നോക്കി നോക്കൂ നിങ്ങൾ, എന്താണ് അപ്പൊ ഖുർആനിന്റെ ഒരു മാസ്മരികത. അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി നിന്നിരുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, അവർ നമ്മളെ പോലല്ല, അറബി ഭാഷ നന്നായി അറിയുന്ന ആളുകളാണ്, ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ഉംറ നിർവഹിച്ചു വരുന്ന സമയത്ത് തന്റെ അനുയായികളോടൊപ്പം മക്കയിലെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കുതിര അത് സാവധാനമായി പതുക്കെ പതുക്കെ നിന്നു. പിറകിൽ വരുന്ന ആളുകൾ എന്താണ് അമീറുൽ മുഅ്മിനീനും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവരുടെ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിനരികിലേക്ക് ചെന്നു. നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുകയാണ്. പിറകിൽ വന്ന ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങക്ക് എന്താണ് പറ്റിയത്, അങ്ങ് എന്തിനാണ് കരയുന്നത്? അവർ അത്ഭുതപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് തെറ്റിദ്ധരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ എവിടെ വെച്ച് വകവരുത്തണമെന്ന് ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നേരെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ സ്ഥലത്ത് കൂടെ വന്നപ്പോൾ എന്റെ റസൂൽ എന്റെ കൂടെ ഇല്ല, അദ്ദേഹം വഫാത്തായിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. എന്തായാലും കേട്ടുകേൾവിയും നേർക്കാഴ്ചയും രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. അതായത് പറഞ്ഞു കേൾക്കുന്നതും നേരിട്ടറിയുന്നതുമായ കാര്യങ്ങൾ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിലൂടെ നമുക്ക് ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. എന്താ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല? കുൻതും ഖൈറ ഉമ്മ, നിങ്ങളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല സമുദായത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും
എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആ ഖൈറുൽ ഉമ്മത്തിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറഞ്ഞ 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എന്താണ് ഒന്നാമത്തെ കാര്യം? തഅമുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ഇസ്ലാമിന്റെ നന്മ ജനങ്ങളോട് പറയണം. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ആളുകളോട് എന്താണ് ഇസ്ലാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഇസ്ലാം വിരോധിച്ച തിന്മകൾ എന്ത് ചെയ്യണം? അത് ജനങ്ങളിൽ നിന്നും വിരോധിക്കണം. വതുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ച ആ സമൂഹത്തിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കാര്യം ഇതാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം പൊട്ടിക്കരയുകയാണ്. ആരെങ്കിലും എന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ അറക്കുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ രംഗൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത്ര കാലം പ്രവാചകനെ വധിക്കാൻ വേണ്ടി മനസ്സിന് എന്താണോ ഇഷ്ടം തോന്നുന്നത് ആ ഇഷ്ടത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ, പ്രവാചകൻ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഷ്ടങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. അവിടെ അവൻ എന്താണ്? കൂച്ചുവലങ്ങട്, എനിക്കത് പാടില്ല. അപ്പൊ നശ്വരമായ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സഹിച്ചാലും ശാശ്വതമായ പരലോകത്ത് അവനെ കാത്തിരിക്കുന്ന സ്വർഗത്തെ കുറിച്ചിട്ടുള്ള സന്തോഷ വാർത്ത. ഇനി എന്താണ് പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ താക്കീത്? അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്നിരിക്കെ, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നതെന്നിരിക്കെ, അള്ളാഹുവാണ് മരിപ്പിക്കുന്നവനാണെന്നിരിക്കെ, ഇതെല്ലാം അറിഞ്ഞിട്ടും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും ചെയ്യുന്ന ആളുകൾക്ക് കത്തിക്കാളുന്ന നരകമുണ്ട് എന്ന താക്കീത്. ഇത് നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ചത്. റസൂലൻ മുബശ്ശിരീന വ മുൻദിരീൻ എന്ന് പറഞ്ഞു. ലിയല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ, നാം ഒരു റസൂലിനെ നിയോഗിച്ചതിന് ശേഷം മനുഷ്യർ എന്നോട് ഹുജ്ജത്ത് പറയാതിരിക്കാൻ വേണ്ടി. മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് എന്ത്? അയ്യോ, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എനിക്കിത് അറിയില്ലായിരുന്നു, ഞാനിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നേരത്തെ കോടതി എന്ന് പറഞ്ഞ പോലെ, അയ്യോ ഞാൻ നിയമമൊന്നും പഠിച്ചിട്ടില്ല, അബദ്ധം സംഭവിച്ചു പോയി, ഒരു തവണത്തേക്ക് എനിക്ക് ഒരു അവസരം തരണേ എന്ന് ചോദിക്കുന്നത് പോലെ നാം ഒരു റസൂലിനെ നിയോഗിച്ചതിന് ശേഷം മനുഷ്യർ എന്നോട് ഹുജ്ജത്ത് പറയാതിരിക്കാൻ വേണ്ടി. നമ്മളെ പ്രവാചകൻ നമ്മളിൽ നിന്നും വിടവാങ്ങിയിട്ട് എത്ര വർഷമായി? 1446 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയി. ഇവിടെ മനുഷ്യരുടെ സൃഷ്ടിപ്പ് അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? അവസാനിപ്പിച്ചിട്ടില്ല. ഈ മനുഷ്യർ നാളെ അള്ളാഹുവിനോട് ഹുജ്ജത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജതു ലിന്നാസ്, നിങ്ങളെ നാം ഏറ്റവും നല്ല സമുദായമായി മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. എന്താ നമ്മുടെ ദൗത്യം? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരാണ്, തിന്മ തടയേണ്ടവരാണ്, അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കേണ്ടവരാണ്. പക്ഷെ നമ്മളിന്ന് അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നന്മ കൽപ്പിക്കേണ്ട വിഷയത്തിൽ, തിന്മ തടയേണ്ട വിഷയത്തിൽ, അഥവാ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട വിഷയത്തിൽ, ശിർക്കിൽ നിന്നും ജനങ്ങളെ തടയേണ്ട വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, വകദാലിക, അപ്രകാരം ജഅൽനാകും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ഉമ്മത്തൻ വസത്തൻ, മധ്യമമായിട്ടുള്ള ഒരു സമുദായമായിക്കൊണ്ട്. റസൂലിന്റെ ഉമ്മത്താണ് നാളെ സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുക. എന്താ കാര്യം? അംബിയാ മുർസലീങ്ങൾ എടുത്ത പണിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ അള്ളാഹുവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം, മനുഷ്യർക്ക് സാക്ഷികളാകാൻ വേണ്ടി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളെ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്ക് സാക്ഷ്യം വഹിച്ചു തന്നത്? അള്ളാഹുവിന്റെ റസൂലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ള സാക്ഷ്യം ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവിന്റെ റസൂലാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, 5 നേരം നമസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഇത് പ്രവാചകൻ നമുക്ക് സാക്ഷിയായി. എന്നാൽ നമ്മളെ അള്ളാഹു എന്തിനാ ഏറ്റവും നല്ലൊരു സമൂഹത്തിലേക്ക് തെരഞ്ഞെടുത്തത്? ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളാവേണ്ടവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട നമ്മൾ ഇപ്പോഴും
പള്ളി അകത്തളങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ ആയി ഒഴിഞ്ഞു കൂടുകയാണ്. സഹോദരങ്ങളെ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത്, ശാപത്തെ കുറിച്ച്, ലഅനത്ത് എന്ന് പറഞ്ഞാൽ ശപിക്കലാണ്. സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 159ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, ഇന്നല്ലദീന, നിശ്ചയമായും ചില ആളുകൾ, യക്തുമൂന, അവർ മറച്ചു വെക്കും, മാ അൻസൽന, നാം അവതരിപ്പിച്ചതിനെ. എന്താണ് അല്ലാഹു അവതരിപ്പിച്ചത്? വിശുദ്ധമായ ഖുർആനാണ്, അല്ലെ? തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ചതാണ്. ആ അവതരിപ്പിച്ച ഖുർആൻ എന്ത് ചെയ്യും? ചില ആളുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കും. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മിനൽ ഹുദ വൽ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന മിനൽ ബയ്യിനാതി വൽ ഹുദ, അത് കൃത്യമായ തെളിവുകളാണ്, അതോടൊപ്പം തന്നെ നേർമാർഗമാണ്. മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിക്കുക മാത്രമല്ല, പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അത് വിവരിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവരിച്ചു തന്നതിന് ശേഷം ജനങ്ങളിൽ നിന്നും അത് മറച്ചു വെക്കുന്ന ആളുകൾ, അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുന്നതാണ്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, റഹ്മത്തുൽ ആലമീനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുമെന്ന് പറഞ്ഞ തെറ്റ് നിസ്കരിക്കാത്തവരെ കുറിച്ചിട്ടോ നോമ്പ് നോക്കാത്തവരെ കുറിച്ചിട്ടോ സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ചൊന്നല്ല. അള്ളാന്റെ വേദഗ്രന്ഥത്തിൽ നിന്നും മനുഷ്യർക്കത് തെളിവുകളായിക്കൊണ്ടും ഹുദയായിക്കൊണ്ടും അവതരിപ്പിച്ചു. പ്രവാചകനിലൂടെ വളരെ കൃത്യമായി അത് വിവരിച്ചു തന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബല്ലി വന്നി വലവായ, ഒരായത്തെ നിങ്ങൾക്ക് അറിയെങ്കിൽ അതെന്ത് ചെയ്യണം? നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ജനങ്ങളിൽ നിന്നും മൂടി വെക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ ശാപം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സത്യം ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുക എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവും അവന്റെ മലക്കുകളും ഭൂമിയിലും ഭൂമിക്കടിയിലിരിക്കുന്ന മാളങ്ങളിലെ ചെറിയ ഉറുമ്പുകൾ പോലും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതിന് നേരെ വിപരീതമാണ് ഒരു സത്യം മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നു. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് വേദഗ്രന്ഥത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അറിയാത്തൊരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മക്കളെ തരുന്നത് പോലെ, നിങ്ങൾക്ക് സമ്പത്ത് നൽകിയതുപോലെ അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തുകയും അള്ളാഹു തിന്മയായി പഠിപ്പിച്ച എല്ലാ തിന്മയും ജീവിച്ചിട്ടും അബ്ദുറഹ്മാൻ എന്ന എന്നോട് അള്ളാഹു അനീതി കാണിച്ചിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശാപം എന്ന് പറഞ്ഞാൽ ദുനിയാവിലും നാളെ പരലോകത്തിലും അവന്റെ ദയാകാരുണ്യങ്ങളിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തലാണ്. പ്രയാസം വരുമ്പോ ഞങ്ങൾ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും അന്ന് ഞങ്ങൾ ആവശ്യം നിറവേറ്റി തന്നിരുന്നു. കാരണം ദുനിയാവിൽ അള്ളാഹു വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്. പക്ഷെ പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹു കരുണ ചെയ്യുള്ളൂ. ആ വിശ്വാസം ഒരാൾക്ക് ഉണ്ടാവുക എപ്പോഴാണ്? അള്ളാഹുവിനെ അറിയുമ്പോഴാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, നബിയേ, താങ്കൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അറിയണം, ആരാണ് റബ്ബെന്ന് മനസ്സിലാക്കണം എന്നുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളായ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണിക്കുന്നില്ല. എന്നാൽ ഈ ശാപത്തിൽ നിന്നും മുക്തരാകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, ഇല്ലല്ലദീന താബു, യാതൊരു കൂട്ടരാണവർ, അവർ തൗബ ചെയ്യും. ശരിയാണ്, ഇന്നലെ വരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയിരുന്ന ഒരു മനുഷ്യൻ ഞങ്ങളെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തന്നു. 28 കൊല്ലം ഈ ഹൈറുൽ ഉമ്മത്തിന്റെ മുമ്പിൽ വന്ന് ഈ ഹൈറുൽ ഉമ്മത്തിന്റെ ഇടയിൽ ജീവിച്ചിട്ടും നമ്മൾ നിസ്കാരത്തിൽ വീഴ്ചയില്ല, നോമ്പിൽ വീഴ്ചയില്ല, സക്കാത്തിൽ വീഴ്ചയില്ല. പക്ഷേ ആ മനുഷ്യൻ പറയാണ്, 28 കൊല്ലം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടും എനിക്ക് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപത്തിന്റെ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മൾ വിടുമെന്നുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമാനി തഫ്സീർ എന്നും എടുത്ത് പരിശോധിച്ചാൽ കാണാം. ഈ 159ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കിതാബിൽ ഇങ്ങനെ ഒരു ആയത്തില്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരില്ല. കാരണം അത്രയും ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മാനായ റബ്ബ് ഇവിടെ വിശ്വാസികളായ ആളുകൾക്കും അല്ലാത്തവർക്കും, റബ്ബില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾക്കും റബ്ബ് കാരുണ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അള്ളാഹിന്റെ ആ റബ്ബിന്റെ ശാപം കിട്ടുന്ന ഒരു കാര്യമാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അറിവ് വന്ന് കിട്ടിയിട്ടും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ
ശാപത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു അവരൊരു കൂട്ടരാണ്, അവരെന്ത് ചെയ്യും? തൗബ ചെയ്യും. പടച്ചോനെ ശരിയാണല്ലോ, അബ്ദുറഹ്മാൻ ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു, അയാളുടെ ജീവിതം പറയുന്നത്, ഞാൻ ഏതെങ്കിലും ചരിത്രമോ കഥയൊന്നുമല്ല പറയുന്നത്. മുസ്ലിമീങ്ങളായ ആളുകളുടെ ഇടയിലൊക്കെ ഒരുപാട് കാലം ജീവിക്കുകയും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളും തൗഹീദുള്ള ആളുകളൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് പറയാം, ബഹുമാനെ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ഈ പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കളിച്ച് നടന്നിരുന്ന ആളുകളാണ്, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഞങ്ങൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണത് എന്ന് പറയാറുണ്ട്. ഇപ്പൊ തൗബ ചെയ്യും, എന്നിട്ടോ വബയ്യനു വഅസ്ലഹു, അവർ പിന്നീട് എന്ത് ചെയ്യും? ഇസ്ലാഹ് ചെയ്യും. എന്താ ഇസ്ലാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവിതം നവീകരിക്കലാണ്. ഇസ്ലാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുറവുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എവിടെയാണോ നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അത് മാറ്റിക്കൊണ്ട് ഇസ്ലാഹ് ചെയ്തുകൊണ്ട് നവീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. വബയ്യനു, മറച്ചുവെച്ച സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കും. ഫഉലൈക അതൂബു അലൈഹിം, അങ്ങനെയുള്ള ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. എങ്ങനെയുള്ള ആളുകളുടെ തൗബ? ഇതൊക്കെ കേട്ടു വീട്ടു പോയി നാളെയും നമ്മളെ ഈ പാടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ആളുകളല്ല. നമുക്ക് കഴിയുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നിയ്യത്ത് തന്നെങ്കിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം കിട്ടും. അപ്പോ നമ്മൾ തൗബ ചെയ്യുകയും നമ്മള് ഇസ്ലാഹ് നമ്മുടെ ജീവിതം നവീകരിക്കുകയും നമ്മൾ മറച്ചു വെച്ച സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും തയ്യാറായി കഴിഞ്ഞാൽ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മള് തിരുത്താനും തിരുത്തപ്പെടാനും ആരാ തയ്യാറാവേണ്ടത്? നമ്മൾ ഓരോരുത്തരാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. നമുക്ക് നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല സ്നേഹനിധിയായ ഭാര്യ, മക്കൾ, കുടുംബം എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് നമ്മളൊരു പോക്ക് പോകാനുണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക്. ഞാൻ പലപ്പോഴും ഇപ്പൊ അടുത്താണ് ഞാൻ സൂറത്ത് അംബിയായിലെ 1-ാമത്തെ ആയത്ത് ഒന്ന് നോക്കാൻ എനിക്കൊരു അൽഹംദുലില്ലാഹ് അതൊരു ഖുതുബയിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ 1-ാമതായി റബ്ബ് പറയുന്നത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ, ആസന്നമായിട്ടുണ്ട്, അടുത്തു വന്നിട്ടുണ്ട്, ലിന്നാസി, മനുഷ്യർക്ക്, ഹിസാബുഹും, ഹിസാബ് പറഞ്ഞ എന്താണ്? വിചാരണയാണ്. വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, എന്നാൽ മനുഷ്യരാകട്ടെ ആ വിചാരണയെ തൊട്ട് അശ്രദ്ധയിലാണ്. ആണും പെണ്ണുമായി ഭൂമിയിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും സവിസ്തരം നമുക്കൊരു വിചാരണ വരാനുണ്ട്. ആ വിചാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പ്രവാചകൻ പറഞ്ഞു, രാവിലെ ആയാൽ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരമായാൽ രാവിലെയും പ്രതീക്ഷിക്കേണ്ട, എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം. എന്താണ്? തിരിച്ചുമടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ആദമിന്റെ മക്കളുടെ കാലടികൾ മഹ്ശറിൽ നിന്ന് നീങ്ങുകയില്ല. 1-ാമത്തെ കാര്യം നമ്മുടെ ആയുസ് എന്തിലായി ചെലവഴിച്ചു എന്നുള്ളതാണ്. സഹോദരൻ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഗ്രഹിക്കാതെയും നമ്മളെ ആവശ്യപ്പെടാതെയും നമ്മളെ മുഅ്മിനീങ്ങളാക്കിയിട്ടുള്ളത് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം കിട്ടി 23 വർഷക്കാലം ഒരുപാട് യാതനകളും ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വഹാബാക്കളൊക്കെ ഒരുപാട് ആയ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഇനി ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ, സ്വഹാബാക്കൾ പണിയെടുക്കട്ടെ എന്നുള്ളത്. അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുന്നത് വരെയും ദീനിനു വേണ്ടി ദീനിന്റെ മാർഗത്തിൽ തന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിവിടെ വിശ്രമിക്കാൻ സമയമില്ല. നമ്മളെ വിശ്രമം പള്ളിത്തൊടിയിൽ 6 അടി മണ്ണിലാണ്. നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാം തനിച്ചാക്കി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളാ കബറിൽ കിടക്കുന്ന കാര്യം, നമ്മുടെ ആയുസ് എന്തിലായി ചെലവഴിച്ചു ചോദിച്ചാൽ 28-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് ഇനി ഞാൻ മരിക്കുന്നത് വരെ എന്റെ ഈ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു തോന്നുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ നമുക്ക് പറയാനുണ്ടാവണം, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരിക്കൽ ഒരു ദൈവത്തിന്റെ മേഖലയിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായി. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് എന്തായിരുന്നു പ്രവാചകന്മാരും സ്വഹാബത്തൊക്കെ അനുഭവിച്ച വേദനയും ത്യാഗം എന്താന്നൊക്കെ മനസ്സിലാവും. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൂടെ ആളുകൾക്ക് ലഘുലേഖ കൊടുത്തു പോകുന്ന സമയത്ത് ദൂരെ ഒരു അമുസ്ലിമായ ഒരു അമ്മ അവര് ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു, മക്കളെ നിങ്ങൾ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നത്? നിങ്ങൾ അതിലെങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ യാത്രയിലാണോ? അതേപോലെ ഞാൻ യാത്രയിലാണ്. എവിടെയോ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരേതോ ഒരു ആരാധനാലയത്തിലേക്ക് പോവുകയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ പോകാറുണ്ട്. യാത്ര ചെറുതായാലും വലുതായാലും ആ യാത്രകൾക്കൊക്കെ ലക്ഷ്യം ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ടാണോ പോകുന്നത്, എന്തിനാണോ പോകുന്നത്, എത്രയും പെട്ടെന്ന് ആ യാത്ര ചെയ്ത് തിരിച്ചു മടങ്ങണം. ഈ ഭൂമിയിലും നമ്മുടെ യാത്രക്കാരാ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും മണ്ണറയിലേക്കുള്ള ഒരു യാത്ര, നമ്മുടെ റബ്ബിലേക്കുള്ള ഒരു യാത്ര. ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ദൈവവിശ്വാസികളാണ്. എന്നാൽ ആ വിശ്വാസം ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി നമ്മൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് സ്വീകരിച്ചതാണോ, അതല്ല പാരമ്പര്യമായി കിട്ടിയതാണോ എന്ന് പരിശോധിക്കണം. മരിച്ചുപോയ ആളുകളെല്ലാം നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ എന്ന് പറഞ്ഞപ്പോ ഏതോ വിദ്യാലയത്തിൽ നിന്ന് വലിയ ബിരുദമൊക്കെ എടുത്ത ഒരാള് എന്നെ വിളിച്ചു, ഇവിടെ വായോ പറഞ്ഞു, നീ ഇവിടെ തീവ്രവാദം പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നീ എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല എന്നുള്ളത്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരാണ്. ഞാൻ പറഞ്ഞു, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബിയും സഹാബത്ത് നിലകൊണ്ട മാർഗല്ലേ? അവർ തൗഹീദിന് വേണ്ടിയല്ലേ ഇവിടെ നിലകൊണ്ടത്? മാത്രമല്ല, ആ നബിയെ പിൻപറ്റി ജീവിക്കുന്ന സ്വഹാബാക്കൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടില്ലേ? ഞാൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്? നിന്നെ 3-4 കൊല്ലമായി ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഞങ്ങൾ രാവിലെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ലഘുലേക്ക് കേട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകളെ കാണുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണേ എന്ന് പറഞ്ഞു കൊടുക്കും. കാരണം ആ പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൊടുത്തതിന് 4 കൊല്ലമായി നിന്നെ ശ്രദ്ധിക്കുന്നു, നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, 4 കൊല്ലമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ ആ കാര്യം മറന്നുപോയിട്ടുണ്ട്. കാരണം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അന്നേ ദിവസം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയുടെ വർത്തമാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലു ആലം. ഈ ഭൂമിക്ക് മുകളിൽ ആണും പെണ്ണും പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും ഭൂമി വിളിച്ചു പറയും. ഈ വേദിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ വിളിച്ചു പറയും, അള്ളാഹു അബ്ദുറഹ്മാനും അതോടൊപ്പം തന്നെ എന്നെ ആളുകൾ ഇവിടെ കൂടിയിരുന്ന് നിന്നെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത്, അള്ളാഹ് പ്രത്യേകിച്ച് നമ്മളോട് വിചാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കും. നമ്മൾ ഈ ആരും കാണാതെ ചെയ്യുന്ന ഒരു തെറ്റ് ആ ഭൂമി വിളിച്ചു പറയും, അള്ളാഹു അബ്ദുറഹ്മാൻ എന്നെ സത്വശിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹ്ശറയിൽ നിന്നും നമ്മുടെ കാലടികൾ നീങ്ങില്ല. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള അറിവാണ്. ആ അറിവില്ലാത്ത ആളുകൾക്ക് ഇതെന്തു പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ എന്തു പറഞ്ഞു കൊടുത്തില്ല എന്ന വിഷയത്തിൽ നാളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അള്ളാഹു നമ്മളെല്ലാവരും കാക്കുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, നമ്മുടെ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും. സമ്പാദിക്കരുതേ എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല, പക്ഷെ സമ്പാദ്യത്തിൽ നിന്നും അർഹതപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യണം? അവകാശങ്ങൾ കൊടുക്കണം. സമ്പാദിക്കുന്നത് ഹലാലായി ആയിരിക്കണം. അതോടൊപ്പം തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലായിരിക്കണം. 3-ാമത്തേത്, നമ്മളുടെ യുവത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അർശിന്റെ തണൽ ലഭിക്കുന്ന കൂട്ടരിൽപ്പെട്ട ആളുകളാണ് യുവത്വം അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ച ആളുകൾ. അപ്പൊ നമ്മളീ പലരും ഇനി നാളെ ദേവത്തിന് ഇറങ്ങണമെങ്കിൽ കുറച്ചു നേരം നടക്കുമ്പോഴേക്ക് കാലിന് മുട്ട് വേദനിക്കും. യുവത്വം ഉണ്ടായിരുന്നു, അത് ഉപയോഗപ്പെടുത്തിയില്ല, കഴിഞ്ഞു പോയി. അള്ളാഹു അൽഹംദുലില്ലാ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പുറത്തു തരട്ടെ. അപ്പൊ ഈ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ മഹ്ശറയിൽ നിന്നും കാലടികൾ നീങ്ങില്ല എന്ന് നുബുവത്തിന്റെ വാക്കുകളിലൂടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കണോ? വിശ്വസിക്കണം. റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വിചാരണ വരാനുണ്ട്. ഇനി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. അതായത് അന്ത്യനാളോട് അടുക്കുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും വളരെ കൃത്യമായും വ്യക്തമായും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് വിശ്വാസികൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ ഒരു ഹദീസാണ് അൻ സൗബാന മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യൂഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും, സമുദായങ്ങളെല്ലാം നിങ്ങളുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നതാണ്. കമാ തദാഅൽ അഖ്ലതു ഇലാ അഖ്സാതിഹ, വിശന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലേക്ക് ഭക്ഷണത്തിലേക്ക് വെച്ചു കൊടുത്തതുപോലെ. അതായത്
ഒരുപാട് നാളുകളായി ഒരു റൂമിൽ കുറച്ച് ചെറുപ്പക്കാരെ അടച്ചിട്ടു. ഭക്ഷണമില്ല, വെള്ളമില്ല, വളരെ പ്രയാസത്തിലാണ്. അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, അല്പം ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു തളികയിൽ അല്പം ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ എപ്രകാരം ധൃതി കൊണ്ട് അവർ ആ ഭക്ഷണ തളിയിലേക്ക് ഓടി വരുന്നുവോ അപ്രകാരം ഈ സമൂഹത്തിന് നേരെ ജനങ്ങൾ പാഞ്ഞെടുക്കുന്ന ഒരു കാലം നമുക്ക് വരാനുണ്ട്. ഇത് പറയുന്നത് അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ രഹസ്യ പ്രബോധനം നടത്തുന്ന സമയമാണ്. അതായത് വളരെ കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളൂ. ഇത് കേട്ട് ഭയപ്പാടോടുകൂടി ചോദിക്കുന്ന ഒരാൾ ചോദിച്ചു, ഫഖാല ഖായിലും യാ റസൂലുള്ളാഹ് വമിൻ ഖില്ലത്തി നഹ്നു യൗമഇദിൻ, അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ അന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ? ഖാല, അവിടുന്ന് മറുപടി പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, അല്ല, അങ്ങനെ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിമീങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അന്ന് നിങ്ങൾ ചണ്ടികളെ പോലെ ആയിരിക്കും, ഒഴുകുന്ന വെള്ളത്തിലെ ചണ്ടികളെ പോലെ. അതായത് ലോകത്ത് മുസ്ലിം സമൂഹത്തിന് നേരെ അക്രമങ്ങളും അനീതികളും ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒഴുകുന്ന വെള്ളത്തിലെ ചണ്ടികൾ നമുക്കറിയാം, ആ ഒഴുകുന്ന ചണ്ടികളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല. കുറച്ച് പച്ചിലയാണെങ്കിൽ ഒരു തെങ്ങിന്റെ ചോട്ടിലിട്ടാൽ 10 തേങ്ങയെങ്കിലും ഉണ്ടാവും. പക്ഷെ ഈ ചണ്ടികളെ കൊണ്ട് എന്തില്ല, ഒരു കാര്യമില്ല. മാത്രമല്ല അത് ഒഴുകുമ്പോ ആ ഒഴുക്കിന് അതിനൊരു ലക്ഷ്യമില്ല. എങ്കിടാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ദിശയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ദിശയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയായിരിക്കും അന്നത്തെ കാലത്ത് മുസ്ലിമീങ്ങൾക്കെന്ന് പ്രവാചകൻ പറയുകയാണ്. ഇവിടെ അവസാനിപ്പിച്ചില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. ചണ്ടികളെ പോലെ ആക്കുക മാത്രമല്ല, നമ്മുടെ ശത്രുക്കൾ ആരാണോ അവരുടെ കൽബുകളിൽ നമ്മുടെ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ ആക്രമിക്കുന്നതിന് അവർക്ക് പേടിയുണ്ടാവില്ല. കാരണം എന്താ, അവരുടെ കൽബുകളിൽ നിന്നും അള്ളാഹു ഭയം എടുത്തു കളയും. മുസ്ലിമായ എന്നെ, അതല്ലെങ്കിൽ നിങ്ങളെ റോട്ടിൽ ഒരു പിഴ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലാൻ അവർക്ക് ഭയം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഒരു കൽബിൽ നിന്നും ആരാ ഭയം എടുത്തു കളയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങളുടെ കൽബുകളിലാകട്ടെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നടക്കുകയും ചെയ്യും. ഫഖാല ഖായിലും, ചോദിക്കുന്ന ഒരാൾ വീണ്ടും ചോദിച്ചു, യാ റസൂലുള്ളാഹ് വമൽ വഹ്യ്, അല്ലാഹുവിന്റെ റസൂലേ ഈ വഹ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ ഫകറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിന് അതിയായി സ്നേഹിക്കുകയും മരണാന്തര ജീവിതത്തെ വെറുക്കുകയും ചെയ്യും. സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക ജീവിതം ആഗ്രഹിക്കാനും ദുനിയാവിനെ താൽക്കാലിക ലോകമായി വിടാനാ പറഞ്ഞത്. ചതിയുടെയും വഞ്ചനയുടെയും ലോകമാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അന്ന് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുകയും പരലോകത്തെ വെറുക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ, ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതായത് ഇന്ന് നമുക്ക് ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, വേണ്ട, നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി തൗഹീദിന് പണി കഴിപ്പിച്ച കൊടുങ്ങല്ലൂർ ചേരമ മസ്ജിദിൽ പോവുകയുണ്ടായി. ഒരു പള്ളി എന്നുള്ള നിലയിൽ കാണാൻ വേണ്ടി പോയതാണ്. ഞാൻ സെൻട്രൽ ജയിലിൽ നിന്നും പഠിച്ച കാര്യം, നിശ്ചയമായും പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിന് പുറമെ അവിടെ ആദ്യം വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ ഏത് സംഘടനയ്ക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത്, ഏത് വിഭാഗമാണെന്നൊക്കെ. സെൻട്രൽ ജയില് കുറ്റവാളികളുടെ ലോകമായിരുന്നു. അവിടെ നിന്ന് എന്നെ നന്മയിലേക്ക് ക്ഷണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ നന്മയിലേക്ക് നയിച്ചത് ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ മാർഗം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തിലേക്ക് റബ്ബ് എന്നെ നയിച്ചത്. അതിന് സ്തുതി പറയാനുള്ളതും ഏതെങ്കിലും സംഘടനക്കാരോടും പ്രസ്ഥാനക്കാരോടല്ല. ഞാൻ എന്റെ ജീവിതം പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നേർമാർഗത്തിലേക്ക് നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും നേർമാർഗം പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല. എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ പറയുന്നത്. ഇന്നേ വരെ ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരു സംഘടനക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ആരും കാണുന്നില്ല. എന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാർ എന്നതിലപ്പുറം നിങ്ങൾ ഇന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് സ്നേഹം, അവർ ഇന്ന ആളല്ലേ അവരോട് കുറച്ച് സ്നേഹം, ഇതില്ല. എനിക്ക് നിങ്ങൾ എല്ലാവരുടെ സഹോദരങ്ങളാണ്. മരിക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നസീഹത്ത് തരാനും അല്ലാതെ എന്റെ മേത്ത് നിങ്ങളുടെ ആരുടെയും അധികാരം അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ആ പള്ളിയിലേക്ക് പോയ സമയത്ത് ഇനിയും ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിപ്പെടാത്തൊരു മനുഷ്യൻ തൊട്ടടുത്ത് അവരുടെ ആരാധനാലയത്തിൽ നിന്നും ഈ മസ്ജിദിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ അയാളെ സൂക്ഷിച്ചു നോക്കി. കാരണം ആ ആരാധനാലയത്തിൽ നിന്നും വരുന്നതിന്റെ എല്ലാ അടയാളങ്ങളും അയാളുടെ ശരീരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ അവിടെ വന്നപ്പോ ആ മസ്ജിദില് ഒരു പ്രത്യേക ഭാഗത്ത്, അതായത് ഒരു കെട്ടിപ്പൊക്കിയ ജാറത്തിന്റെ അരികിൽ നിന്നും പുറത്തേക്ക് ഒരു പച്ച തുണി ഇങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോ പള്ളിയിലെ മുക്കുറിയോ കാരിസ്ഥനോ ആരും ഒരാൾ ആ മനുഷ്യന്റെ തലയിൽ ഈ തുണി ഇങ്ങനെ വെച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരൻ, ഞങ്ങൾ അവിടെ ദാവത്തിന് പോയത് കൊണ്ട് തന്നെ അത് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ അയാൾ ചെയ്യണമെന്നിങ്ങനെ നോക്കി കുറെ നേരം ഇങ്ങനെ നിന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് കറൻസി എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. ഞാൻ വേഗം ഉള്ളിലേക്ക് പോയി ഈ പട്ട എന്താ ചെയ്യണം നോക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ വന്നു നിന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ പൂർത്തിയാക്കി നേരെ ആ ജാറത്തിന് മുകളിൽ വിരിച്ചു. അപ്പൊ ഞാൻ മുക്രീനോട് ചോദിച്ചു, ഉസ്താദ് എനിക്ക് ചില സംശയം ചോദിക്കാനുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ? അപ്പൊ ഞാൻ ചോദിച്ചു, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യം നാളെ ഖബറിൽ ചോദിക്കുമ്പോ അത് ഹിന്ദുക്കളോടാണോ ചോദിക്കുന്നത്, മുസ്ലിമീങ്ങളോടാണോ ചോദിക്കുന്നത്, മനുഷ്യരോടാണോ ചോദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അത് മനുഷ്യരോടാ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ മനുഷ്യനെ തലയിൽ ഇങ്ങനെ ഈ പച്ചപ്പട്ടൊക്കെ പൊതിപ്പിച്ചു ഇങ്ങനെ ഇവിടെ വിരിച്ചുവല്ലോ, ആ മനുഷ്യനോട് നാളെ ഇത് ചോദിക്കുമ്പോ അയാൾ എന്ത് മറുപടി പറയും? അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരുടെ ഖബറാണ്? എന്നോട് പറഞ്ഞു, ചെരമാൻ തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതും അതോടൊപ്പം തന്നെ മക്കയിലേക്ക് പ്രവാചകനെ കാണാൻ വേണ്ടി പോയതും അവിടുന്ന് വരുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പ് സ്വന്തം കൈപ്പടയിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി റസൂൽ കുറച്ച് സ്വഹാബാക്കളെ ഇവിടേക്ക് പറഞ്ഞയച്ചിരുന്നു. അവർക്ക് സ്വന്തം കൈപ്പടയിൽ ഇവിടെ പള്ളി ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു എഴുത്തു കൊടുത്തയച്ചിരുന്നു. അന്ന് ദീനി പ്രബോധനത്തിന് വന്ന ആളുകളാണ് ഈ കിടക്കുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, വളരെ മഹത്തായ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ത്, പിന്നെ സ്വർഗാവകാശികളെ കുറിച്ച്, മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബത്ത് നിലകൊണ്ട മാർഗത്തിൽ ജീവിക്കുന്നവരാണ് സ്വർഗാവകാശികൾ എന്നുള്ളത്. തീർച്ചയായിട്ടും ആ സ്വഹാബത്തിനെ പിൻപറ്റി ജീവിക്കുന്ന നമ്മളെ ബാധ്യതയല്ലേ ഈ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹനോട് പറഞ്ഞു, നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞ് നിസ്കാരത്തിന്റെ നോമ്പിലെ കാര്യത്തിൽ മാത്രമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീന പ്രബോധനം തുടങ്ങിയപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഓഫർ കൊടുത്തിരുന്നു, മുഹമ്മദിന് പണക്കാരനാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമ്പത്ത് കൊടുക്കാം, സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. എല്ലാം ഓഫർ ചെയ്തിട്ടും പ്രവാചകൻ എന്താ പറഞ്ഞത്? എന്റെ വലത് കയ്യിൽ സൂര്യനെ വെച്ച് തന്നാലും ഇടത് കയ്യിൽ ചന്ദ്രനെ വെച്ച് തന്നാലും അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഇനി പിറകോട്ടില്ല. ആ പ്രവാചകനെ പിൻപറ്റുന്ന ഞാനും നിങ്ങളും നാട്ടിൽ എന്തെങ്കിലും നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കരുതി നിങ്ങൾ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് പോകണ്ട, ഈ കേന്ദ്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തൂടെ? ഞാനും ഇതുപോലെ ഇസ്ലാം സ്വീകരിച്ചു വന്ന ഒരാളാണ്. എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഏതവസ്ഥയിൽ തൗഹീദ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ സാഹിബെ ഇന്നും രാവിലെ അവിടെ ഇങ്ങനെ അവരുടെ ആരാധനാലയത്തിൽ ആരൊക്കെ പോകണുണ്ടോ അവരൊക്കെ വെടി വന്നിട്ട് എന്ത് ചെയ്യാണ്, നേർച്ചയും വഴിപാട് കൊടുക്കുക. എനിക്ക് വല്ലാതെ സങ്കടമായി. ഞാൻ എന്ത് ചെയ്തു, എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് പബ്ലിഷ് ചെയ്തു. തൗഹീദിന് വേണ്ടി പണി കഴിപ്പിച്ച പള്ളി എന്ന് ശിർക്കിന്റെ കേന്ദ്രമാക്കിയിട്ടുണ്ട്. ഞാനത് ചെയ്തത് ഹക്കാണ്. കാരണം
ജനങ്ങളെ സത്യത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട സമൂഹം തിന്മ ചെയ്യുമ്പോൾ അതിന്റെ അച്ഛനാണെങ്കിലും അത് പറയാന്നുള്ളത് മുസ്ലിമായുടെ ഉത്തരവാദിത്തമാണ്. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ ജാറ കമ്മിറ്റിയിൽ നിന്ന് ആളുകൾ വിളിച്ചു, നിങ്ങളുടെ പേരിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ ശരി, നിങ്ങൾ കൊടുത്തോ, ഞാൻ എന്തായാലും കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞിരുന്നത്, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കേസും കൂടി ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ CI സാർ എന്നെ വിളിച്ചു, അബ്ദുറഹ്മാൻ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോ കണ്ടു, നിങ്ങളോട് പോയിട്ട് അക്രമമൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ കേസ് എടുക്കാതെ നോക്കിയില്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അറസ്റ്റ് ചെയ്തു. എന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തു. പ്രതിയെ തിരിച്ചറിയാൻ വേണ്ടി ജാറ കമ്മിറ്റിയിലെ തലയെക്കെട്ടുകാരായ കുറച്ച് ഉസ്താദന്മാർ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് അവനല്ലേ ആട് ചോദിച്ചു, ഞാനാന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർമ്മ വന്നത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. ഇവരിങ്ങനെ വരുമ്പോ മറ്റേ ബദർ യുദ്ധം ജയിച്ച് വരണ പോലെ തന്നെ വന്ന് നോക്കി, ഇവൻ തന്നെയാണ്, ഇവന്റെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഉസ്താദെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പള്ളി അള്ളാഹുവിന്റെ ഭവനല്ലേ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കല്ലേ നമ്മളാണ്. കേട്ടാൽ അറക്കുന്ന ചീത്തയും പറഞ്ഞ മുമ്പിൽ പറയാണ്, ഞങ്ങൾ ഇന്ന് ദീന് പഠിപ്പിക്കണ്ട, ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നീയല്ല ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാനുള്ളത്, ഞങ്ങളൊക്കെ കിതാബ് ഓതി പഠിച്ച ആളുകളാണ്. നിങ്ങൾ അത്രത്തോളം അധപ്പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ സമൂഹം. സത്യം, ഞാൻ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ടിപ്പോ 7 വർഷത്തോളായി പ്രവർത്തിക്കുന്നു തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ സ്വീകരിക്കട്ടെ. ഞാൻ തോന്നുന്നു ലോകമാന്യതയ്ക്ക് പറയല്ല, ഒരു ഇതര മതസ്ഥരും എന്നെ കുറിച്ച് പരാതി ഒരെഴുതി കൊടുത്തിട്ടില്ല. മറിച്ച് ആരാ പരാതി കൊടുത്തത്? മുസ്ലിമാണെന്ന് അവകാശപ്പെടുകയും മുശ്രിക്കുകളെക്കാൾ പിഴച്ച വിശ്വാസം പേര് നടക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായി. നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അന്തിമമായ വിജയമാർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. നമ്മളൊന്ന് വലിയ പ്രതീക്ഷയിലാണ്. എന്താണ്? നമ്മള് ഒന്ന് രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പലരും ആളുകളും പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആരെ വിശ്വസിക്കുന്നത്? റബ്ബിനെയാണ്. ശരിയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെയാണ് വിശ്വസിക്കുന്നത്. മുഅ്മിനീങ്ങൾ ആരെ മാത്രമേ ഭയപ്പെടുള്ളൂ? വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുള്ളൂ. എടാ അബ്ദുറഹ്മാൻ, നമ്മള് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്രൂദിന്റെ കയ്യിൽ നിന്നും ഇബ്രാഹിം അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയ അബ്ദുറഹ്മാൻ ചോദിക്കുന്നതാണ്. ഫിറൗന്റെ കയ്യിൽ നിന്നും മൂസ അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബിലല്ലേ അബ്ദുറഹ്മാൻ നമ്മൾ വിശ്വസിക്കുന്നത്? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പേടിക്കാനുള്ളത് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ചരിത്രവും മൂസ അലൈഹി സ്വലാമിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ അള്ളാഹുവിന്റെ സഹായം എന്നത് എപ്പോഴാണ്? അവർക്ക് കിട്ടിയ ദീനനുസരിച്ച് വീട്ടിലിരുന്നതിന്റെ പേരിലല്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാര്യം പറയുന്നു, അദ്ദേഹം പറഞ്ഞു, തന്റെ ഉപ്പയോടും തന്റെ പിതാവിനോടും തന്റെ ജനതയോടും, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്താണ്? അല്ലാത്തവരെ ആരാധിക്കുന്നത് എന്താണ്? അല്ലദീ അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഇവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്താ സമൂഹം മറുപടി പറഞ്ഞത്? ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളെ മാതാപിതാക്കൾ പൂർവികർ ഇവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിക്കുന്ന ആളുകൾ എക്കാലത്തും അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ പറയുന്ന കാര്യം ഞങ്ങളെ വാപ്പക്കാരന്മാര്, ഞങ്ങളെ പൂർവികർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ, എന്നാൽ നിങ്ങളും നിങ്ങളെ പൂർവികരും വ്യക്തമായ വഴിവിഴവിൽ തന്നെയാണ്. അല്ലെ, നിങ്ങൾ ശരിയാണ്, നമ്മൾ ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചു പറഞ്ഞു, തൗഹീദ് പറഞ്ഞു കൊടുത്തു. മാത്രല്ല അവരെല്ലാവരും ഉത്സവത്തിന് പോയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അവർക്ക് തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ആരാധ്യന്മാരെല്ലാം കണ്ടം തുണ്ടമാക്കി മുറിക്കുകയും ഒരാരാധ്യനെ ബാക്കി വെക്കുകയും അവിടെ നിന്നുണ്ടായ സംഗതികളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ തീയിലെറിയാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ഇബ്രാഹിം, തീയെ നീ ഇബ്രാഹിമിന് സമാധാനവും അതോടൊപ്പം തന്നെ തണുപ്പുമാകാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഒന്നാന്റെ സൃഷ്ടിയാണ്.
എപ്പോഴാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായത്? നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഇബ്രാഹിം നബിയുടെ കാര്യം നോക്കി ജീവിച്ചുകൊണ്ടാണോ? അല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തൗഹീദ് പറഞ്ഞപ്പോഴാണ്. ഇനി ഫിറഔന്റെ ചരിത്രം, നിങ്ങൾ ഇരുവരും ഫിറഔന്റെ അരികിലേക്ക് പോകണം. എന്താ കാര്യം? അവൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. എന്താ ഈ ആയത്തിലൂടെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭൂമിയിൽ ഇന്ന് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്നാണോ? അല്ല, അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മൂസാ അലൈഹി ഇസ്ലാമിനോട് നിങ്ങൾ ഫിറഔന്റെ അരികിലേക്ക് ചെല്ലി, അവൻ അക്രമിയായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ അവന്റെ അടുത്ത് പോയിട്ട് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ അവൻ അതിനെ കുറിച്ച് ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം. മൂസാ അലൈഹി സ്വലാം തിരിച്ച് അള്ളാഹുവിനോട് മറുപടി പറഞ്ഞു. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال ربنا إننا نخاف അല്ലാഹുവേ, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ഭയമാണ്, അവൻ ഞങ്ങളോട് അക്രമം കാണിക്കുമെന്നും അനീതി കാണിക്കുമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നു. ആരായിരുന്നു ഫിർഔൻ? അന റബ്ബുകും അഅല, ഞാനാണ് ഉന്നതനായ ദൈവം എന്ന് വാദിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുന്നവരെ പരസ്പര വിരുദ്ധമായ നിലയിൽ കൈകാലുകൾ വിച്ഛേദിച്ചിരുന്ന ആ ഫിറഔന്റെ അരികിലേക്ക് പോയിട്ട് നിന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് തിരിച്ചു പറയുന്നു, ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വഅറാ ഖാല ലാ തഖാഫാ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഇന്നനി മഅകുമാ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു പ്രബോധകൻ എപ്പോഴും മനസ്സിൽ ധൈര്യത്തോടു കൂടി അവൻ പറയാൻ കഴിയണം. മൂസാ അലൈഹി ഇസ്ലാമിനെ ഫിറഔന്റെ അരികിലേക്ക് വിടുമ്പോ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എന്ത്? നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാൻ കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. മൂസാ അലൈഹി സ്വലാം അവിടെ പോയി ദഅവത്ത് നടത്തി. ഫിറഔൻ അതിനെ നിഷേധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാമിനോട് കൽപ്പന കൊടുത്തു, വിശ്വാസികളായ ആളുകളെ കൊണ്ട് ഹിജറ പോകാൻ വേണ്ടി. മൂസാ അലൈഹി സ്വലാം ആ നാട്ടിൽ നിന്നും ഹിജറ പോകുന്ന അറിഞ്ഞ് ശത്രുവായ ഫിറഔനും സംഘവും ഇവരെ ആക്രമിക്കാൻ വേണ്ടി വലിയ സൈന്യവുമായി പിന്നാലെ പോവുകയാണ്. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, മൂസാ അലൈഹി സ്വലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സൈന്യത്തിന്റെ കുതിര കുളമ്പടികൾ മണലാരണ്യത്തിൽ അടിച്ച് ആകാശത്തേക്ക് പൊടിപടലങ്ങൾ ഉയർന്നിരുന്നു. അത്രയും വലിയ സൈന്യമാണ്. മുമ്പിലാവട്ടെ ചെങ്കടലാണ്. വിശ്വാസികളായ പുതുവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ വാക്ക് കേട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഇതാ പിറകിൽ ശത്രു സൈന്യം വരുന്നുണ്ട്, മുമ്പിൽ കടലാണ്, നമുക്ക് മരണം സുനിശ്ചിതമാണ്. പ്രിയമുള്ളവരെ, എന്താണ് മൂസാ അലൈഹി സ്വലാം അവരോട് മറുപടി പറഞ്ഞത്? എന്നാൽ അങ്ങനെയല്ല, തീർച്ചയായും എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്. എവിടുന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയത്? പേടിയാണെന്ന് പറഞ്ഞപ്പോ കാലലാ തഖാഫ, നിങ്ങൾ പേടിക്കണ്ടെന്ന് ആദ്യം പറഞ്ഞു. ഇത് പറഞ്ഞ എന്താണ്? ഇന്നനി മഅകുമാ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. വിശ്വാസികളായ നമ്മള് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹ് ഉണ്ട്. ഒരു ശത്രു നമ്മളെ വധിക്കണമെങ്കിൽ, നമ്മളെ ആക്രമിക്കണമെങ്കിൽ അള്ളാഹിന്റെ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഇനി അള്ളാഹു നമ്മളെ അത്തരത്തിലൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചാലോ, ഏത് കൊട്ടാരത്തിനകത്ത് ഒളിച്ചാലും നമുക്ക് വന്ന് ഭവിക്കാനുള്ള മുസീബത്ത് നമ്മളെ വന്ന് ഭവിക്കുകയും ചെയ്യും. അപ്പൊ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് മൂസാ അലൈഹിസ്സലാമിന് അള്ളാഹിന്റെ സഹായം ഉണ്ടായത്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലെയും ജനതയെ അള്ളാഹു നശിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും പ്രവാചക അധ്യാപനങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ പറയും, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവനിൽ സത്യം. അതായത് എന്റെ ജീവൻ ആരുടെ കയ്യിലാണ് അവനിൽ സത്യം. പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ലതഅമുറൂന ബിൽ മഅറൂഫ് വലാ തൻഹൗന അനിൽ മുൻകർ. സ്വഹാബത്തോട് പറയും, സ്വഹാബത്തെ, നിങ്ങൾ ഇസ്ലാമിന്റെ നന്മ ജനങ്ങളോട് കൽപ്പിച്ചോളൂ, ഇസ്ലാം വിരോധിച്ച തിന്മ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് തടഞ്ഞോളൂ. എന്താണത്? തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോളൂ, ശിർക്കിൽ നിന്നും ജനങ്ങളെ തടഞ്ഞോളൂ. ഔ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നേരെ ശിക്ഷ അയക്കുന്നതാണ്. എന്താ പറഞ്ഞത്? തൗഹീദ് പറഞ്ഞോടത്തോളം നിസ്കരിച്ചോളി, നോമ്പ് നോക്കി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ജനങ്ങളോട് തൗഹീദ് പറയുകയും ശിർക്കിൽ നിന്നും അവരെ തടയുകയും ചെയ്തോളൂ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നേരെ ശിക്ഷ അയക്കുന്നതാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിലും, നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും, സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലും, ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും, വ്യഭിചരിച്ചാലും, പലിശ വാങ്ങിയാലും, തിന്മകൾ ചെയ്താലും
അദാബ് ലഭിക്കുന്നത് പരലോകത്ത് വെച്ചിട്ടാണ്. ഈ ശിക്ഷയെ കുറിച്ചിട്ട് എന്താ, എവിടെ വെച്ചിട്ടുള്ള ശിക്ഷയാണ്? ഭൂമിയിൽ വെച്ചിട്ടാ. കാരണം എവിടെയാണ് നന്മ കൽപ്പിക്കലും തിന്മ തടയലും നടക്കുന്നത്? അത് പരലോകത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നേരെ ശിക്ഷ അയക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മുഅ്മിനീങ്ങൾ പള്ളികളിലേക്ക് ഓടും, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തും. ഈ CAA വിഷയത്തിലൊക്കെ നമ്മുടെ സലഫി മസ്ജിദുകളിൽ ഞാൻ കണ്ട കാര്യമാണ്. അല്ലാഹു മൻസൂർന അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകളായ ആളുകൾക്കെതിരെ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ എന്നുള്ളത്. എന്നാൽ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. ഇത് നുബുവത്തിന്റെ വാക്കുകളിലൂടെ പ്രവാചകൻ പറഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വിശ്രമിക്കാൻ സമയമില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ ഇവിടെ വിശ്രമിക്കാൻ സമയമില്ല. വിശ്രമം നമ്മളെ ഖബറിലാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കേണ്ട ചെറുപ്പക്കാരെന്ന് സുബൈക്ക് പള്ളിയിൽ പോലും കാണുന്നില്ല. നമ്മൾ സലഫി പള്ളിയിലത്തെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. 10ാം ക്ലാസ്സിലും +2ലും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കൾ ഉണ്ടായിട്ടും വാപ്പമാരൊറ്റയ്ക്ക് പള്ളിയിലുണ്ടോ? കുട്ടികളെ കാണുന്നില്ല. നാളെ നമ്മളൊക്കെ ഈ ലോകത്ത് വിട പറഞ്ഞു പോയാൽ ദീൻ കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ്. പറയുമ്പോൾ ഓരോ സംഘടനയുടെയും നേതാക്കന്മാരാവും, തലപ്പത്തിരിക്കുന്ന ആളുകളാവും. പക്ഷെ പള്ളിയായിട്ട് ബന്ധമില്ലെങ്കിൽ, നിസ്കാരമില്ലാത്തവർ ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണ് സഹോദരങ്ങൾ? അതുകൊണ്ട് നമ്മളെ മക്കളെ തർബീയത്ത് കൊണ്ടുവരണം. നമ്മുടെ സമൂഹത്തെ ദീനിന്റെ ഈ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരണം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കടിയാക്കി പറഞ്ഞതല്ല. പ്രയാസം വരുമ്പോൾ നമ്മൾ പറയണം അല്ലാഹു മൻസൂർനാ അലൽ ഖൗമിൽ കാഫിരീൻ. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ് പറഞ്ഞ പണി ഇവിടെ എടുക്കാൻ തയ്യാറാവണം. റബ്ബിന്റെ വാഗ്ദാനമാണ് വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു താക്കീതുകാരൻ വരാതെ, ഒരു റസൂല് വരാതെ ഒരു ജനതയെയും അള്ളാഹു ശിക്ഷിക്കില്ല. ഇവിടെ അക്രമികളായ ആളുകളെ താക്കീത് കൊടുക്കാതെ ഇനി ഒരു പ്രവാചകൻ വരാനില്ലല്ലോ. ആ ജനതയ്ക്ക് അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച് താക്കീത് കൊടുക്കാതെ നിങ്ങൾ അല്ലാഹു മൻസൂർന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ സഹായമില്ല എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ട കാര്യം. പക്ഷെ നമ്മളിപ്പോഴും എന്താ പറയാ? നമ്രൂദിന്റെ കയ്യിൽ നിന്നും ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തിയ അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്നു. ഫിറഔന്റെ കയ്യിൽ നിന്നും മൂസാ അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയ അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നു. അപ്പൊ 10 മിനിറ്റ് മുമ്പ് ഞാൻ എന്റെ സൗജിനോട്, എന്റെ എണ്ണയോട് പറഞ്ഞു, അള്ളാന്റെ അദാബ് വരുമ്പോ ഇവിടെ വിശ്വസിച്ച ആളുകൾക്കുണ്ട്, അല്ലാത്ത ആളുകൾക്കുണ്ട് അദാബ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക്, ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം അവസരങ്ങൾ പാഴാക്കാതെ അള്ളാഹുവിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ഈ സമയത്ത് സ്വീകരിക്കുകയും നാളെ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ഒരു വേദിയാക്കി ഇതിനെ മാറ്റി തരട്ടെ. ഇത്തരത്തിലൊരു വേദി സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ത്യാഗങ്ങളും അവരുടെ സേവനവും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള ദീനി സദസ്സുകൾ സംഘടിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ. നമ്മളെ കൂട്ടത്തിൽ തന്നെ രോഗിയായിക്കൊണ്ടും അതുപോലെ തന്നെ കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന പല ആളുകളും ഉണ്ടാകും. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിപ്പെടാതെ ഇസ്ലാമിനോട് ശത്രുത വെക്കുന്ന ആളുകൾക്കും അല്ലാത്ത മനുഷ്യർക്കും ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും, അതുപോലെ തന്നെ കൂട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ഖബറിൽ സമാധാനവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.